എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ടി.പി. പത്മനാഭൻ മാസ്റ്റർ. എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരം 4 മാസം തികയുന്ന ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, Kanjangad. എൻഡോസൾഫാൻ ദുരിതബാധിതർ നടത്തുന്ന സമരം 4 മാസം തികയുമ്പോഴും ദുരിതബാധിതർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുവാനോ ചർച്ച ചെയ്യുവാനോ സർക്കാർ ഇതുവരെയായും തയ്യാറായിട്ടില്ല. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും സമരപ്പന്തലിലേക്ക് എത്തിച്ചേരുന്നത്. കാലാവസ്ഥ പോലും പ്രതികൂലമായ സാഹചര്യത്തിലും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരവുമായി മുന്നോട്ടു പോകുന്നത്. ജനുവരി 30-നാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടത്. ഇതിനോടകം നിരവധി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും ഇതുവരെയായും ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സമരം 4 മാസം തികയുന്ന ദിവസത്തെ പരിപാടി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ടി.പി. പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായ സമരങ്ങളെ കേൾക്കാൻ സർക്കാർ തയ്യാറാകാത്ത സന്ദർഭങ്ങളിൽ ജനങ്ങൾ അക്രമോത്സുകരായി മാറിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ടി.പി. പത്മനാഭൻ മാസ്റ്റർ ചോദിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ചർച്ച നടത്താൻ തയ്യാറാകാത്തതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ വിധിയും അതുപോലെ തന്നെ ജനകീയമായ മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിന് അനുകൂലമായിക്കൊണ്ട് സർക്കാരുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവർ വളം വെച്ച് തീറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം സർക്കാർ സ്ഥാപനങ്ങൾ ഇവയൊക്കെ തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അത്യന്തം അപകടകരവും ശോചനീയവുമായ ജനാധിപത്യ വിരുദ്ധവുമായ ഒരവസ്ഥയിലാണ്. കഴിഞ്ഞ 120 ദിവസമായി ഇവിടെ സിവിൽ സ്റ്റേഷൻ്റെ മുൻപിൽ പീഡിതരുടെ ഒരു സംഘം തന്നെ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇരിക്കുന്നത് എന്നുള്ളത് ജനാധിപത്യപരമായ ഒരു രാജ്യത്തിന് തികച്ചും അവഹേളനമാണ്, നിന്ദാവഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കെ.ഇ. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സുസ്മിത ചന്ദ്രൻ, പി.പി. രാജൻ, അത്തായി ബാലൻ, സി. ദിവാകരൻ, ഹരിദാസൻ, രാമകൃഷ്ണൻ മോനാച്ച തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും പി. ഷൈനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.